നമസ്കാരം. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ യുഎസും ഇറാനും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. കരാറുകളൊന്നുമില്ലാതെ നിരാശരായി മടങ്ങുകയാണ് എന്നാണ് യുഎസ് പ്രഖ്യാപിച്ചത്. ഇറാന് ഒരു ധൃതിയുമില്ലെന്നും പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ് എന്നും ഇറാൻ പ്രതികരിക്കുന്നു. യുക്തിസഹമായ ഒരു കരാറിന് അമേരിക്ക സമ്മതിക്കുന്നത് വരെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതേസമയം ലബനാനെ ഇറാൻ ഇടിച്ചു നിരത്തുകയാണ്. മറ്റൊരു ഗസയായി ലബനാൻ മാറുന്നു. ഗസയിലും വെടിനിർത്തൽ പ്രഹസനമായി തുടരുകയാണ്. ഈ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്ത് അസിലേക്ക് സ്വാഗതം. 40 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ഇറാനും യുഎസും തമ്മിൽ പാകിസ്ഥാനിൽ ചർച്ചകൾ നടന്നത്. നിലപാടുകളിൽ യുഎസും ഇറാനും വിട്ടുവീഴ്ച ചെയ്തില്ല. പെട്ടെന്ന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇറാന് തോന്നിയിട്ടുമില്ല. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ട്രംപിൻ്റെ നീക്കങ്ങൾ ഇനി പ്രധാനമാണ്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിൽ നിന്ന് യുഎസ് പിന്മാറിയാൽ പശ്ചിമേഷ്യ വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങും. അറബ് രാജ്യങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകും. ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. യുഎസിൻ്റെ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിച്ചതായി ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിട്ടു. കടലിൽ ബോംബ് വയ്ക്കുന്ന ഇറാൻ്റെ 28 ബോട്ടുകൾ മുക്കിയതായും അവകാശപ്പെട്ടു. എന്നാൽ ഹോർമുസ് കടക്കാൻ ശ്രമിച്ച യുഎസ് യുദ്ധക്കപ്പലുകളെ തുരത്തിയെന്നാണ് ഇറാൻ സേന പ്രതികരിച്ചത്. ലബനാനെ വെടിനിർത്തൽ ചർച്ചകളിൽ ഉൾപ്പെടുത്താൻ ഇസ്രായേലും അമേരിക്കയും തയ്യാറാകുന്നില്ല. ബൈറൂത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങളെ ഇടിച്ചു നിരത്തുകയാണ് ഇസ്രായേൽ. കൊല്ലപ്പെടുന്നത് 100 കണക്കിനു പേരാണ്. 1975 ആഭ്യന്തര യുദ്ധവും 1982 ഇസ്രായേൽ അധിനിവേശവും കണ്ടവർ പോലും ലബനാൻ ഇത്രത്തോളം തകരുന്നത് ആദ്യമായാണ് എന്നാണ് പറയുന്നത്. 12 ലക്ഷത്തിലധികം ആളുകൾ വീടുപേക്ഷിച്ച് പലായനം ചെയ്യുകയാണ്. ഇപ്പോഴത്തെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലബനാനിലെ 8,70,000 പേർ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ 12 ലക്ഷത്തിലധികം പേർ പലായനം ചെയ്യുന്നതോടെ സ്ഥിതി അതീവ ഗുരുതരമായിരിക്കുന്നു. ഇന്ധനവില വർധനയും വളത്തിൻ്റെ ലഭ്യതക്കുറവും ഭക്ഷണവില ഉയരാൻ കാരണമായി. യുഎൻ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 20 ലക്ഷത്തോളം പേർക്കാണ് ഭക്ഷണം നൽകിയത്. ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയതോടെ സന്നദ്ധ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ്. ഗസയിലെ അൽമഗാസിയിലെ അബു മുഹമ്മദിൻ്റെ 4 മക്കളെ ഇസ്രായേൽ കൊന്നു. കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവരുടെ മൃതദേഹം പുറത്തെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. 2 മക്കൾ ഗുരുതരമായി പരിക്കേറ്റ് ഈജിപ്തിലെ ആശുപത്രിയിലാണ്. തൻ്റെ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അബു മുഹമ്മദ് ഇന്നത്തെ ഗസയുടെ നേർചിത്രമാണ്. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നടന്നിട്ട് മാസങ്ങളായിട്ടും ഫലസ്തീനികളുടെ ദുരിത ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ഏക ആശ്രയമായി നീണ്ടുകിടക്കുന്ന കൂടാരങ്ങൾ മാത്രമാണുള്ളത്. നേരിയ കാറ്റടിച്ചാൽ പോലും അവ തകർന്നു വീഴും. വസ്ത്രങ്ങളും കിടക്കകളും നനയും. വെടിനിർത്തലിൻ്റെ 2ാം ഘട്ടത്തിൽ വാഗ്ദാനം ചെയ്ത പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഗസയിലെ ജനങ്ങൾ ഇപ്പോഴും കാത്തിരിപ്പ് തുടരുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ 700 പേരെയാണ് ഇസ്രായേൽ ഗസയിൽ കൊന്നത്. കൊല്ലപ്പെട്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നവരെ പുറത്തെടുക്കാനുള്ള ഉപകരണങ്ങൾ പോലും ഇസ്രായേൽ കടത്തിവിടുന്നില്ല. അൽ ജസീറ ലേഖകൻ മുഹമ്മദ് ഉഷായയും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വധിച്ചു. 2023 യുദ്ധം ആരംഭിച്ച ശേഷം ഇതുവരെ 262 മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ കൊന്നുകഴിഞ്ഞു. ഫലസ്തീനിലെ ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം ബോധപൂർവം തെരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ്. വേൾഡ് വിത്ത് അസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 മീഡിയ 1 TV-യിൽ.